ഹലോ മക്കളെ, ക്ലാസ് 10 CBSE ബോർഡ് എക്സാം നമുക്ക് നടക്കാൻ വേണ്ടി പോകുന്ന മാസം ഫെബ്രുവരി മാസം 2027 ഒരുപാട് സമയം ബാക്കിയുണ്ട് പഠിക്കാൻ വേണ്ടി എല്ലാം തന്നെ. പക്ഷേ ഇപ്പോൾ എല്ലാവരും തന്നെ കേൾക്കുന്ന സംഭവമാണ്, സിലബസ് മാറുന്നുണ്ട്, പുതിയ സിലബസ് വന്നു. ഈ കാണുന്ന സിലബസ് മാറ്റം ഞങ്ങളെ എങ്ങനെയായിരിക്കും ബാധിക്കുക എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഈ പറയുന്നൊരു പുതിയ സിലബസ് മാറ്റം ഒന്നും തന്നെ നമ്മളെ ബാധിക്കുന്നതല്ല. ഈ കാണുന്ന സിലബസ് മാറ്റം നടക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ ജൂനിയേഴ്സ് അഥവാ ഇപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥികൾക്കാണ്. അവർക്കൊരുപാട് പുതിയ സബ്ജക്റ്റുകൾ വരുന്നു, അവർക്കൊരുപാട് 3 ലാംഗ്വേജ് ഫോർമുലാസ് വരുന്നു. അത്തരത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് CBSE കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. അത് എക്സാമിൻ്റെ പാറ്റേണിലായിക്കോട്ടെ, കുറച്ചും കൂടി കോമ്പറ്റീവ് ലെവലുള്ള എക്സാമാണ് നമുക്കിനി CBSE കാണാൻ വേണ്ടി സാധിക്കാം. ഇങ്ങനെ ഈ പറയുന്ന സിലബസ് ഒന്നും തന്നെ നമ്മൾക്ക് മാറുന്നില്ല. അപ്പോൾ നമ്മൾ എന്തിന് ടെൻഷൻ അടിക്കണം, നമ്മൾ കൂളല്ലേ എന്ന് നിങ്ങൾ ആലോചിക്കും. അവിടെയാണ് ഒരു ചെറിയ പ്രശ്നമുള്ളത്. കാരണം നിങ്ങൾ 11th വരുമ്പോൾ 11th സിലബസ് കംപ്ലീറ്റ്ലി മാറും. ഞാൻ കാര്യം പറയട്ടെ, നിങ്ങളെല്ലാവരും ഇപ്പോൾ മാത്സിനകത്ത് പഠിക്കുമ്പോൾ മാത്സിലെ 5ാമത്തെ പാഠം AP ആണ്. നിങ്ങൾക്കറിയാമായിരിക്കും. ഈ കാണുന്ന AP ഭാവിയിൽ എല്ലാവരും പഠിക്കാൻ വേണ്ടി പോകുന്നത് 9th ക്ലാസ്സിലാണ്. 9th ഇനിയുള്ള എല്ലാ വർഷവും AP പഠിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര തമ്മിൽ മാറ്റമുണ്ട്. നിങ്ങൾ പഠിക്കുന്ന റൂട്ട് 2 ഇറാഷണലാണ്, റൂട്ട് 3 ഇറാഷണലാണ്. അതിൻ്റെ പ്രൂഫ് എല്ലാം തന്നെ പഠിക്കാൻ വേണ്ടി പോകുന്നത് 9th ലീനിയർ ഇക്വേഷൻ പഠിക്കാൻ വേണ്ടി പോകുന്നത്, അതിനകത്തുള്ള സോൾവിങ് എല്ലാം തന്നെ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത് 9th. അപ്പോൾ ഒരുപാട് 10th ഭാഗം 9th വരാൻ വേണ്ടി പോകുന്നു. 11th 1-2 ഭാഗങ്ങൾ 9th വന്നു കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ നിങ്ങൾ 11th എത്തുമ്പോൾ ഒരുപാട് മാറ്റം നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. സോ ഇത്രമേൽ മാറ്റങ്ങളെല്ലാം തന്നെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, നമ്മളുടെ സിലബസ് ഒന്നും തന്നെ മാറിയില്ലെങ്കിലും നമ്മുടെ എക്സാം പാറ്റേൺ ആകെ തന്നെ മാറിക്കൊണ്ട് എക്സാം ഏറ്റവും ഗംഭീരമായ ഡിഫിക്കൽട്ടിലേക്ക് വരാനുള്ള സാധ്യത നമ്മൾ ഒരിക്കലും തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല. കാരണം 11th വരുമ്പോൾ നമ്മുടെ എക്സാം ഡിഫിക്കൽട്ടായിരിക്കും, 12th എക്സാം ഡിഫിക്കൽട്ട്. സോ നിങ്ങളുടെ ആ ഒരു ട്രാൻസിഷൻ പീരീഡ് ഗംഭീരമാക്കാൻ വേണ്ടി 10th എക്സാം നമുക്ക് വേണമെങ്കിൽ ഡിഫിക്കൽട്ടാക്കാം. ഇങ്ങനെയാണ് പുതിയ സിലബസ് മാറ്റം നമ്മൾ എഫക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എല്ലാ മക്കളും ഏറ്റവും ഗംഭീരമായിട്ട് ആദ്യമേ തന്നെ പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുക. എക്സാം എത്ര ഡിഫിക്കൽട്ടാണെങ്കിലും വളരെ സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ 2026 കഴിഞ്ഞ 10th CBSE ബോർഡ് എക്സാം എല്ലാവരും പറഞ്ഞു മാത്സ് ഡിഫിക്കൽട്ട് ആയിരുന്നുവെന്ന്. പക്ഷേ സൈലന്റ് ക്ലാസ് കണ്ട ഒരു കുട്ടി പോലും പറഞ്ഞില്ല മാത്സ് എക്സാം ഡിഫിക്കൽട്ട് ആണെന്ന്. കാരണം വേറെ ഒന്നുമല്ല, സൈലത്തിനകത്ത് പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് ആയിരുന്നു ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് ഉണ്ടായിരുന്നത്. സൈലന്റ് ഗൈഡിനകത്ത് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് ഉണ്ടായിരുന്നത്. സോ ഇത്തരത്തിലുള്ള ഗൈഡുകളും ഇത്തരത്തിലുള്ള ക്ലാസ്സുകളും കണ്ടുപിടിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും എക്സാം എത്ര ഡിഫിക്കൽട്ട് ആണെങ്കിലും വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മുടെ സൈലത്തിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചിൻ്റെ പേരാണ് അസ്ത്ര ബാച്ച്. ഇപ്പോൾ നിങ്ങൾക്ക് സൈലത്തിൻ്റെ അസ്ത്ര ബാച്ച് ജോയിൻ ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി എല്ലാവരും വിളിക്കേണ്ട ഫോൺ നമ്പർ താഴെ കാണുന്ന 9995400800 ആണ്. മക്കളെ, ഇപ്പോൾ തന്നെ അസ്ത്ര ബാച്ച് ജോയിൻ ചെയ്തുകൊണ്ട് എത്രമേൽ എക്സാം പാറ്റേൺ മാറി വന്നാലും എത്രമേൽ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വന്നാലും ക്രാക്ക് ചെയ്യാം നമുക്ക് അസ്ത്ര ബാച്ചിലൂടെ. ബൈ, താങ്ക് യു ആൻഡ് signing off, Afnas, AK from Silent Learning. Bye-bye.